ആരോഗ്യ ഗവേഷണ ചികിത്സാ കേന്ദ്രമായ ഔഷധിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം വേറിട്ട ഒരു ഒത്തുചേരൽ സംഘടിപ്പിച്ചു. ഔഷധി പുറത്തിറക്കിയ നെല്ലിക്ക ജ്യൂസുകളുടെ 15ാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി. വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖർ പങ്കെടുത്ത വേറിട്ട സംഗമം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. നെല്ലിക്കയുടെയും അത് ഉപയോഗിച്ചുണ്ടാക്കിയ ജ്യൂസിന്റെയും പേരിലൊരു സന്തോഷം. ആരോഗ്യ ഗവേഷണ ചികിത്സാ കേന്ദ്രമായ ഔഷധിയാണ് സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിലെ ആളുകളെ ഒരുമിച്ച് പങ്കെടുപ്പിച്ച് വേറിട്ടൊരു സംഗമം സംഘടിപ്പിച്ചത്. ആയുർവേദത്തിൽ ആരോഗ്യ സംരക്ഷണത്തിനും പരിപാലനത്തിനും ചികിത്സയിലുമൊക്കെ നെല്ലിക്കയുടെ പ്രാധാന്യം വളരെ വലുതാണ്. ഇത് തിരിച്ചറിഞ്ഞാണ് 15 വർഷങ്ങൾക്ക് മുൻപ് ഔഷധി കേന്ദ്രങ്ങൾ വഴി നെല്ലിക്ക ജ്യൂസുകളുടെ വിതരണം ആരംഭിച്ചത്. ജ്യൂസുകൾ വിജയിച്ചതും വിതരണം 1.5 പതിറ്റാണ്ട് പിന്നിട്ടതുമാണ് ഇത്തരമൊരു സംഗമത്തിന് കാരണമായത്. നെല്ലിക്കയെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കിയെടുക്കാനുള്ള പരിശ്രമമാണ് അക്ഷരാർത്ഥത്തിൽ ഇവിടെ വിജയിച്ചിരിക്കുന്നത്. ദേശീയ അമല മിഷൻ എന്ന രീതിയിൽ സെൻട്രൽ ഔഷധ സസ്യ ബോർഡ് പദ്ധതികൾ ആസൂത്രണം ചെയ്തപ്പോൾ തന്നെ 2010 സംസ്ഥാന ഔഷധ സസ്യ ബോർഡ് അത് ഏറ്റെടുക്കുകയും അതിന്റെ വിപുലമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. തൃശ്ശൂരിൽ ഔഷധിയും സംസ്ഥാന ഔഷധ സസ്യ ബോർഡും വളരെ ഗൗരവത്തിൽ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് നേരിൽ ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. നെല്ലിക്ക ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രത്യേക ഒത്തുചേരലിൽ ചലച്ചിത്ര താരം ജയരാജ് വാര്യർ മുഖ്യാതിഥിയായി. ഔഷധി ഓയിസ്ക ഡോക്ടർ KS രജിതൻ, CEO ഡോക്ടർ TK ഹൃദിക്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബീനാകുമാരി തുടങ്ങിയവർ അടക്കം നിരവധി പ്രമുഖർ പങ്കെടുത്തു. ജീവിതത്തിൽ രോഗങ്ങൾക്കെതിരെയുള്ള ഒരു വലിയ പ്രതിരോധത്തിന്റെ ഒന്നാണ് അംല. വൈറ്റമിൻ സി ഏറ്റവും കൂടുതൽ, എത്ര ചൂടാക്കിയാലും പഴകിപ്പോവാത്ത, അതിൻ്റെ ജീവകാംശം നഷ്ടപ്പെടാത്തതെന്നാണല്ലോ പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നെല്ലിക്കയുടെ ഗുണങ്ങളെക്കുറിച്ചും അത് നമ്മുടെ ശരീരത്തിലുണ്ടാക്കുന്ന ആരോഗ്യവുമായി ബന്ധപ്പെട്ട നമ്മുടെ രോഗപ്രതിരോധ പ്രൊഫൈലാക്സിസ് എന്ന് പറയുന്ന രോഗപ്രതിരോധ ശേഷിക്കും അതുപോലെ തന്നെ സൗന്ദര്യത്തിനും ഓജസ്സിനും തേജസ്സിനും ഒക്കെ നെല്ലിക്ക ഏറ്റവും ഗുണകരമായതാണ്. 2010 ദേശീയ ആലം മിഷന്റെ ഭാഗമായാണ് സംസ്ഥാന ഔഷധ സസ്യ ബോർഡും ഔഷധിയും ചേർന്ന് നെല്ലിക്കയുടെ 7 തരം പാനീയങ്ങൾ പുറത്തിറക്കിയത്. 7 സിസ്റ്റേഴ്സ് എന്ന പേരിൽ ഗ്രീൻബെറി, ഡയറ്റ്ബെറി, ക്യാരറ്റ് ബെറി, കൂൾബെറി, ബീറ്റ് ബെറി, ഹണിബെറി, സ്വീറ്റ് ബെറി തുടങ്ങിയ 7 ഇനം ജ്യൂസുകളാണുള്ളത്. വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലും കുടുംബശ്രീ ക്യാന്റീനുകളിലും നിലവിൽ പാനീയങ്ങൾ ലഭ്യമാണ്. ന്യൂസ് മലയാളം, തൃശൂർ.